തൃക്കരിപ്പൂർ എം.എൽ.എ. സന്ദീപ് വാര്യർക്കെതിരെ വധഭീഷണി. കൊല്ലം സ്വദേശി സുജിത്താണ് ഫോണിലൂടെ ഭീഷണി മുഴക്കിയത്. സന്ദീപ് വാര്യർ തന്നെ വഞ്ചിച്ചതിലെ വൈരാഗ്യത്തിലാണ് ഭീഷണിപ്പെടുത്തിയതെന്നാണ് സുജിത്ത് പറയുന്നത്. വെടിവെച്ച് കൊല്ലുമെന്നായിരുന്നു ഈ ഭീഷണി. എന്റെ വ്യവസായത്തെ സംരക്ഷിക്കുമെന്നും എന്റെ കുടുംബത്തിനും എന്റെ തൊഴിലാളികൾക്കും സംരക്ഷണം നൽകും എന്നുള്ള ഉറപ്പിന്മേലാണ് കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും സന്ദീപ് വാര്യർക്കും വോട്ട് മറിക്കാനായിട്ട് ഞാൻ കൂടെ നിന്ന് സഹായിച്ചത്. ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടും എന്റെ മകളെ കൊല്ലുമെന്നുള്ള വധഭീഷണി വന്നിട്ടും ഇവർ കേസെടുക്കാൻ പോലും തയ്യാറായില്ല. സന്ദീപ് വാര്യർ ഒത്തുകളിച്ചു. അതോടൊപ്പം നിന്ന് RSS എന്ന് പറഞ്ഞു നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ കുറിച്ച് അധിക്ഷേപിക്കുക, അതിനുശേഷം സ്നേഹത്തിന്റെ കടയെന്നും പറഞ്ഞെന്ന് കയറുക, സ്വർണ്ണക്കടത്തിന് കൂട്ടു നിന്നുകൊണ്ട് നേരെ ഹിന്ദുക്കളെ കുറ്റം പറയുക. അതാണോ മതേതരത്വം? സന്ദീപിന് അവിടെ സീറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നോടൊപ്പം നിന്ന് സന്ദീപിന് 2 ഫ്രണ്ട്സാണ് എന്നെ ഭീഷണിപ്പെടുത്തിയത്. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ, അപ്പോൾ തൃക്കരിപ്പൂർ എം.എൽ.എ. സന്ദീപ് വാര്യർക്കെതിരെ വധഭീഷണി, പോലീസിലൊക്കെ പരാതി നൽകിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇന്നലെ വ്യാപകമായ ഒരു ചർച്ച കൂടി ഉണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിൽ. അതിപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു എതിർപ്പാണ് സന്ദീപിനോട് തീർത്തത്. RSS പ്രവർത്തകരാണ് ഭീഷണിക്ക് പിന്നിൽ, ഇതൊക്കെ കേട്ടിരുന്നു. ഇപ്പോൾ ഈ ഇയാൾ സുജിത്ത് സംസാരിക്കുന്ന കേട്ടു. ആരാണ് ഈ സുജിത്ത്? എന്താണ് ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്? എന്താണ് ഇയാൾ പറയുന്നത്? ഷിഹാസ്, ഇന്നലെ വൈകിട്ടാണ് തൃക്കരിപ്പൂർ എം.എൽ.എ. ആയിട്ടുള്ള സന്ദീപ് വാര്യരുടെ ഫോണിലേക്ക് ഈ വധഭീഷണി മുഴക്കിക്കൊണ്ടുള്ള കോള് വന്നത്. അതിൽ തന്നെ വെടിവെച്ചു കൊലപ്പെടുത്തും എന്ന രീതിയിലൊക്കെ പറഞ്ഞിരുന്നു എന്നതാണ് സന്ദീപ് വാര്യരുടെ പരാതിയിൽ പറയുന്ന. പരാതിയുടെ അടിസ്ഥാനത്തിൽ ചന്ദേര പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. അന്വേഷണത്തിനൊടുവിലാണ് ഈ ഫോൺ കോൾ ചെയ്തത് കൊല്ലം സ്വദേശിയായിട്ടുള്ള സുജിത്ത് എന്ന വ്യക്തിയാണെന്ന് പോലീസിന് ബോധ്യമായത്. ഇയാൾ കുറേ കാലമായി പയ്യന്നൂരിലാണ് താമസം. ഇയാളുടെ സ്വദേശം കൊല്ലത്താണെങ്കിലും പയ്യന്നൂരിലാണ് താമസം. ഇയാൾ നിലവിലുള്ളത് വാരണാസിയിലാണ് എന്നതാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. ഈ സുജിത്തുമായി നമ്മൾ സംസാരിച്ചിരുന്നു. സുജിത്ത് പറയുന്നത് താൻ ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കാനുള്ള കാരണം തനിക്കും ഇത്തരത്തിൽ ഭീഷണി സന്ദീപ് വാര്യരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. തൻ്റെ ബിസിനസ് അത് ഇല്ലാതാക്കിയത് സന്ദീപ് വാര്യരും അവരുടെ കൂടെയുള്ളവരുമാണ് എന്നതാണ് ആരോപിക്കുന്നത്. പക്ഷേ അതിൻ്റെ വസ്തുതയൊക്കെ പരിശോധിക്കേണ്ടത് പോലീസാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് മറിക്കുന്നതിന് വേണ്ടി സന്ദീപ് വാര്യർക്ക് ഉൾപ്പെടെ വേണ്ടി വോട്ട് മറിക്കുന്നതിന് വേണ്ടി താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എല്ലാം ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ അതിൽ പിന്നീട് തനിക്ക് വഞ്ചന നേരിട്ടു. സന്ദീപ് വാര്യരുടെ ഭാഗത്തുനിന്ന് ആ നിലയിലുള്ള ഇടപെടലുണ്ടായി. അതിൻ്റെ വൈരാഗ്യത്തിലാണ് ഇത്തരമൊരു ഫോൺ കോൾ ചെയ്തത് എന്നതാണ് പോലീസിനോടും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ സുജിത്ത് എന്ന വ്യക്തി പറയുന്നത്. എന്തായാലും ചന്ദേര പോലീസ് ഇയാളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന കാര്യം പോലീസാണ് എന്തായാലും അതിലൊരു വ്യക്തത വരുത്തേണ്ടത്. പോലീസ് ആ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിയാണ്.